സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വാട്സ്ആപ്പ് അക്കൗണ്ടുകളിലേക്ക് നുഴഞ്ഞു കയറി വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നം ഇപ്പോൾ വാട്സ്ആപ്പ് ഹാക്കിംഗ് ആണ്. എങ്കിൽ നിങ്ങളെ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് സിമ്പിളായി റിക്കവർ ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് ഏത് രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ട് ലോക്കായി പോയ അക്കൗണ്ട് ആയാലും നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇത്തരത്തിലിടുന്ന എല്ലാ ഇൻഫർമേഷൻ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഹാക്കർ രണ്ട് രീതിയിൽ ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആക്സസ് നഷ്ടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇട്ടുകൊണ്ട് നിങ്ങളെ ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങളെ ലോക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മണിക്കൂറോളം നിങ്ങളുടെ വാട്സാപ്പിൻ്റെ OTP വരാതെ ഡിലേ വരുത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ 48 മണിക്കൂറൊക്കെ ഡിലേ, 72 മണിക്കൂറൊക്കെ OTP ടൈം ഡിലേ വരുത്തി വെച്ച് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇട്ടുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണമായി നിങ്ങളുടെ വാട്സാപ്പിൻ്റെ ആക്സസ് നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ രീതിയിലും ഹാക്കർമാർ നമ്മുടെ ആക്സസ് നഷ്ടപ്പെടുത്തിയാലും നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന മെയിലിലേക്ക് ഒരു മെയിൽ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ മെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ തരാം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് മൈ വാട്സാപ്പ് ഹാക്ക്ഡ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് ഞാൻ ഈ തരുന്ന ടെക്സ്റ്റ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്കാമിംഗ് കൂടെ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം തൊട്ട് താഴെയായിട്ട് മൈ ഹാക്ക്ഡ് വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്ത ശേഷം നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെട്ട നമ്പർ കൺട്രി കോഡ് ഉൾപ്പെടെ ഇവിടെ കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് ആ ഒരു നമ്പർ ഏത് നെറ്റ്വർക്കാണോ നിങ്ങൾ യൂസ് ചെയ്ത്, ജിയോ ആണെങ്കിൽ ജിയോ, എയർടെൽ ആണെങ്കിൽ എയർടെൽ, അതിവിടെ കൊടുക്കുക. തൊട്ട് താഴെയായി നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പ് യൂസ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസ് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ എന്നുള്ളത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ആൻഡ്രോയിഡ് ആണെങ്കിൽ അത് ഏത് ഫോണായിരുന്നു, അത് ഏത് മോഡലായിരുന്നു, ഈ രണ്ട് കാര്യങ്ങളും കൂടി കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ നിലവിൽ വാട്സാപ്പിൽ എന്ത് പ്രോബ്ലമാണ് കാണിക്കുന്നത്, OTP ടൈം ഡിലേ ആണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പ്രോബ്ലമാണോ കാണിക്കുന്നത്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ആദ്യമേ എടുത്തു വച്ചിരിക്കണം. ആ ഒരു സ്ക്രീൻഷോട്ടും കൂടി മെയിലിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 to 7 ഡേയ്സിനുള്ളിൽ തന്നെ വാട്സാപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു മെയിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ വാട്സാപ്പ് ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വാട്സാപ്പ് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹാക്കറിൻ്റെ കയ്യിൽ നിന്നും ആക്സസ് അവർക്ക് നഷ്ടപ്പെടും. ഡീആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹാക്കറിന് ആ ഒരു വാട്സാപ്പ് യൂസ് ചെയ്യാനായി സാധിക്കുന്നതല്ല. പിന്നെ വീണ്ടും OTP കിട്ടിയെങ്കിൽ മാത്രമേ ഹാക്കറിന് നിങ്ങളുടെ വാട്സാപ്പ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഡീആക്ടിവേറ്റ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വരുന്ന സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ OTP അടിച്ചുകൊണ്ട് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് റിട്ടേൺ കയറാൻ സാധിക്കുന്നതാണ്. പിന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ ബാക്കി സെക്യൂരിറ്റി ഫീച്ചറൊക്കെ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾക്ക് സെക്യൂർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ഹാക്കിങ്ങും വാട്സാപ്പിൽ ഹാക്കറിനും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കാം. ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും Bye.